ഒരു യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അതിനുള്ള വലിയ ഒരുക്കങ്ങളാണ് പലയിടങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു യുദ്ധം വേണ്ട എന്ന് വിളിച്ചു പറയാൻ ലോകത്ത് ആരുമില്ലാതാവുകയാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ മാത്രം ലോകത്ത് 100 ദശലക്ഷത്തിലധികം മനുഷ്യർ അധികാരികളുടെ അവിവേകം കാരണമായി കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിലും എത്രയോ മനുഷ്യർ ശാരീരിക, മാനസിക, വൈകാരിക വേദനകളാൽ ഇന്നും ദുരിതമനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മെപ്പോലെ ഒരുപാട് സ്വപ്നങ്ങളുള്ളവരായിരുന്നു അവരൊക്കെ എന്ന് ഓർമ്മിക്കണം. യുദ്ധത്തിൽ കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതിനേക്കാൾ ഭീകരമാണ് മനുഷ്യൻ്റെ ജീവിത സ്വപ്നങ്ങൾ തകർന്നടിയുന്നത്. അധികാരത്തിനും സമ്പത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എന്നും യുദ്ധങ്ങളും കലാപങ്ങളും നടന്നുകൊണ്ടേയിരിക്കുന്നു. സാധാരണ മനുഷ്യൻ്റെ വേദനകൾ കണ്ട് അധികാരികൾ ഊറിച്ചിരിക്കുന്നു. അതിരുകളും ദേശങ്ങളും പറഞ്ഞ് അധികാരം നിലനിർത്താൻ അവർ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നു. പരസ്പരം കൊന്നൊടുക്കാൻ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നു. ഭൂമിയിൽ ഒരു കുടുംബം പോലെ ജീവിക്കേണ്ട മനുഷ്യവംശത്തെ മതവും ജാതിയും പറഞ്ഞ് തമ്മിലടിപ്പിക്കുന്നു. എല്ലാ മനുഷ്യർക്കും സ്നേഹത്തോടെയും പരസ്പരം ഒത്തൊരുമയോടെയും ജീവിക്കാനുള്ളതാണ് ഈ ഭൂമിയും അതിലെ വിഭവങ്ങളുമെന്ന് ഒരു നേതാവും അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. ഇന്ന് ലോകത്ത് വിവേകശാലിയായ ഒരു ഭരണാധികാരി പോലും ഇല്ലെന്ന് പറയേണ്ടി വരും. ലോക നേതാക്കളെന്ന് പറയുന്നവർ കൊച്ചുകുട്ടികളെപ്പോലെ പെരുമാറുന്നു. ബാലിശമായ കാര്യങ്ങൾ അന്യോന്യം വിളിച്ചു പറയുന്നു. അന്യരുടെ നാടും വിഭവങ്ങളും പട്ടാപകൽ പോയി പിടിച്ചു പറിക്കുന്നു. അരുതെന്ന് പറയാനും അക്രമികളുടെ കൈ പിടിച്ചു വെക്കാനും ലോകത്ത് ആരുമില്ലാതാവുകയാണ്. പ്രജ്ഞാശൂന്യരായ യുദ്ധഭ്രാന്തന്മാരിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാൻ ഇനിയൊരു രക്ഷകൻ വരുമോ എന്നറിയില്ല. എങ്കിലും മനസ്സുകൊണ്ടെങ്കിലും നമുക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കാം, വേണ്ട, ഇനിയൊരു യുദ്ധം വേണ്ട.